പാർപ്പിട കാർഷിക ക്ഷീരവികസന മേഖലകൾക്ക് പ്രാധാന്യം നൽകി മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് 46,82,00,000 രൂപ വരവ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് നിഷ സാംജിത്ത് അവതരിപ്പിച്ചത്. വിവിധ സ്ത്രീക്ഷേമ പദ്ധതികളും ബജറ്റ് വിഭാവനം ചെയ്യുന്നു. 46,92,892 രൂപ വരവും 44,14,40,500 രൂപ ചെലവും 2,68,52,399 രൂപ മിച്ചവുമുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് നിഷ സാംജിത്ത് അവതരിപ്പിച്ചത്. തെങ്ങും കേരള നാട്ടിലെ നാളികേര ശോഷണത്തിന് പരിഹാരമായി കേടുവന്ന തെങ്ങുകൾ മുറിച്ചുമാറ്റി പുതിയവ വെച്ചുപിടിക്കുന്നതിന് 7,29,020 രൂപയും അനുവദിക്കുന്നു. ക്ഷീരമിത്ര ക്ഷീരവികസന മൃഗസംരക്ഷണ പദ്ധതികൾ ഗ്രാമീണ കുടുംബങ്ങളുടെ സാമ്പത്തിക വികസനത്തിന് ക്ഷീരമേഖല വഹിക്കുന്ന പങ്ക് ചെറുതല്ല. കാർഷിക മേഖലയിലെ സംയോജിത കൃഷി രീതിയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ക്ഷീരമേഖലയിലെ കർഷകർക്ക് ഇത്തവണയും ഇൻസെന്റീവ് നൽകുന്നതിന് 20 ലക്ഷം രൂപ വകയിരുത്തുന്നു. കാലിത്തീറ്റയുടെ വില വർധനവ് മൂലം ദുരിതം അനുഭവിക്കുന്ന ക്ഷീര കർഷകർക്ക് കൈത്താങ്ങായി കാലിത്തീറ്റ സബ്സിഡി ഇനത്തിൽ ജനറൽ വിഭാഗത്തിൽ 10 ലക്ഷം രൂപയും പട്ടികജാതി വിഭാഗത്തിൽ 5 ലക്ഷം രൂപയും നീക്കിവയ്ക്കുന്നു. കറവ പശുക്കൾക്ക് വൈക്കോൽ സബ്സിഡി ഇനത്തിൽ 8 ലക്ഷം രൂപയും വകയിരുത്തുന്നു. കറവ യന്ത്രം വാങ്ങുന്നതിന് 6 ലക്ഷം രൂപ അനുവദിക്കുന്നു. ജ്വാല സ്ത്രീപക്ഷ പദ്ധതി ഉയരെ പറക്കുന്നു എന്ന് തോന്നുമ്പോഴും ചരടിനറ്റത്തിന്റെ നിയന്ത്രണം മറ്റാരോ കൈക്കലാക്കിയ ഒരു വിഭാഗം സ്ത്രീപക്ഷ വികസനത്തിന് സ്ത്രീ ശാക്തീകരണത്തിനുമായി 2026-27 വർഷം സുരക്ഷിതവും സ്വതന്ത്രവുമായ നാളേക്കും കുടുംബ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിനുമായി കയർപിരി യൂണിറ്റിന് ധനസഹായം നൽകുന്ന പദ്ധതിയിൽ 5 ലക്ഷം രൂപ അനുവദിക്കും. എള്ളുകൃഷി വ്യാപനത്തിന് പദ്ധതികൾ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വനിതാ സ്വയം തൊഴിൽ പദ്ധതികളും വനിതാ ഫിറ്റ്നസ് കേന്ദ്രങ്ങളും പഞ്ചായത്ത് തലത്തിൽ ആരംഭിക്കുന്നതിനുമുള്ള പദ്ധതികൾ ഉൾപ്പെടെ ജ്വാല സ്ത്രീക്ഷേമ പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിദാരിദ്ര്യമുക്തരായവർക്ക് പ്രത്യേക പദ്ധതികളും വായനശാലകളുടെ പുനരുജ്ജീവനത്തിനും പുത്തൻ സാങ്കേതിക വിദ്യയ്ക്കും ബജറ്റിൽ പദ്ധതികളുണ്ട്. പശ്ചാത്തല മേഖലയുടെ വികസനത്തിനായി 143 ലക്ഷം രൂപയും പട്ടികജാതി നഗരങ്ങളിലേക്കുള്ള പശ്ചാത്തല വികസനത്തിനും നഗരങ്ങളുടെ സമഗ്ര വികസനത്തിനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ഭക്ഷ്യോൽപ്പന്ന നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനും പരിശീലനം നൽകുന്നതിനുമുള്ള പദ്ധതി ഉൾപ്പെടെ ലക്ഷ്യ തൊഴിൽദാന പദ്ധതികൾ, കുട്ടികൾക്ക് വേണ്ടി കിലുക്കാമ്പെട്ടി എന്ന പ്രത്യേക പദ്ധതിക്കും ബജറ്റ് പ്രാധാന്യം നൽകുന്നു. സഹയാത്രി ഭിന്നശേഷി പദ്ധതി, ഹൃദയസ്പർശം പാലിയേറ്റീവ് പദ്ധതി, നിരാമയ ആരോഗ്യ പദ്ധതി, പച്ചത്തുരുത്ത് പരിപാലനത്തിനായി തീരപ്പച്ചയും ബജറ്റിൽ ഇടം നേടി. പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പഠനമുറിക്കുള്ള പദ്ധതിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപാദന മേഖലയിൽ 187 ലക്ഷം രൂപയും സേവന മേഖലയിൽ 536 ലക്ഷം രൂപയും പശ്ചാത്തല മേഖലയിൽ 143 ലക്ഷം രൂപയുടെയും പദ്ധതികളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ കാലഘട്ടത്തിന് അനിവാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്തി ചിട്ടപ്പെടുത്തിയ പദ്ധതികളാണ് നമ്മുടെ വികസന പരിപ്രേക്ഷ്യം. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ യൂണിറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി കർഷകർക്കും ജനങ്ങൾക്കും ക്ഷേമം ഉറപ്പാക്കുന്നതിന് ഈ ഭരണസമിതി ബജറ്റിൽ ലക്ഷ്യമിടുകയാണ്. ക്ഷീര കർഷകരെ സഹായിക്കുന്നതിന് പാലിന് സബ്സിഡി എല്ലാ വർഷവും ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്താറുണ്ട്. ക്ഷീരമേഖലയിൽ കാലിത്തീറ്റ വിതരണം, കറവയന്ത്രങ്ങളുടെ വിതരണം തുടങ്ങിയ പദ്ധതികൾ കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റെടുത്തത് തുടർന്നും ഈ ഭരണസമിതി ഏറ്റെടുക്കും. സംരംഭ യൂണിറ്റുകളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുകയാണ്. ന്യൂസ് ബ്യൂറോ, കായംകുളം.